അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. എൻ്റെ വൈഫ് ഓൺലൈനായിട്ട് ജൂൺ മാസം ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഓൺലൈനിലായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയാണ്, അമ്മയോട് നമ്മൾ ഉടമ്പടിയിലൂടെ കാര്യങ്ങളങ്ങനെ പറയേണ്ട കാര്യമില്ലേ. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ഡയറക്റ്റായിട്ട് പറയാം, അപ്പോൾ അമ്മ അത് സാധിച്ചു തരാം. അങ്ങനെയാണ്. ഞാൻ ഒരു വിശ്വാസമുള്ള ആളായിരുന്നു ചെറുപ്പം തൊട്ടിട്ട്. എന്ത് കാര്യത്തിലും ഞാൻ നേരിട്ട്, അതായത് എനിക്ക് തീരെ പറ്റാത്ത ഒരു അവസ്ഥകൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ പള്ളിയെ പോക്ക് അതൊക്കെ കുറവുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മോട് അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു, എന്തിനാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട്. എന്തായാലും വൈഫ് എടുത്തിട്ടുണ്ട്. അത് കാലത്ത് എൻ്റെ പ്രഭാത പ്രാർത്ഥന ചൊല്ലും, സാക്ഷ്യങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും, അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈഫ് പറഞ്ഞു ഒരു ദിവസം, ഇതിങ്ങനെ എടുത്താൽ ശരിയാവില്ല, നിങ്ങൾ കൂടി ഉടമ്പടി എടുക്കണം, എന്നാലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് വൈഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി. അങ്ങനെ ഒരു ഇതോട് കൂടിയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 1-ാം തീയതി 2025 കഴിഞ്ഞ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കാലത്ത് പ്രഭാത പ്രാർത്ഥന ചൊല്ലി, സാക്ഷ്യങ്ങൾ കേട്ടു, സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു, വാട്സപ്പിൽ ഷെയർ ചെയ്തു. പിന്നെ വൈഫ് എന്നോട് പറഞ്ഞു ഇനി രാത്രിയിൽ പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം അരമണിക്കൂർ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞു, ഇനി പ്രാർത്ഥനയും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ബൈബിൾ വായന ഞാൻ മറന്നിരുന്നു, ഞാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ബാക്കി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ സീരിയൽ കണ്ടോട്ടെ, സീരിയലല്ല ബിഗ് ബോസ്, അത് കാണുന്ന ആളായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു എന്നോട്, അത് കാണുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു ബൈബിൾ വായിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, എന്നിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ബൈബിൾ വായിക്കാനിരുന്നു. ബൈബിൾ വായിക്കുന്നത് ഞങ്ങൾ ഈ നമ്മുടെ മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അവിടെയാണ് മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടായിരുന്നത്. ആ മെഴുകുതിരി കത്തിച്ചിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാതിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഒരു മിററുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാത്ത ആൾ, കണ്ടിന്യൂസ് അരമണിക്കൂർ വായിക്കാത്ത ആളായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് വായിച്ച് എനിക്ക് ഉറക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിററിൽ, എൻ്റെ ഫ്രണ്ടിൽ മിററാണ്, ആ മിറർ നോക്കിയിട്ടാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ട്, ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ മിറർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ട് കാണാം. ഒരു 15 മിനിറ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണടഞ്ഞു പോവാണ്. അപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞ്, എന്നാലും നമുക്ക് ഇങ്ങനെ കണ്ണടഞ്ഞു പോയാലും ഈ സൈഡിൽ ഇങ്ങനെ വരണത് അറിയാൻ പറ്റും. ആരെങ്കിലും വന്നാലോ എന്തെങ്കിലും ഓബ്ജക്റ്റ് വന്നാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇരുട്ടാണ് റൂം, ഇതിൻ്റെ മെഴുകുതിരിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് ഇങ്ങനെ